ലോകകപ്പിൽ കിരീടം നിലനിർത്താനെത്തിയ അർജന്റീനയ്ക്ക് ഉജ്ജ്വലമായ തുടക്കം. കാൻസസ് സിറ്റിയിലെ ആരോഹെഡ് സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിൽ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ ഹാട്രിക് മികവിന്റെ കരുത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന അൾജീരിയയെ പരാജയപ്പെടുത്തിയത്. ലയണൽ മെസ്സിയുടെ ഫുട്ബോൾ ജീവിതത്തിൽ ഒരു സുവർണ അധ്യായത്തിനാണ് കാൻസാസ് സിറ്റി സാക്ഷ്യം വഹിച്ചത്. ഈ മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങിയതോടെ 6 വ്യത്യസ്ത ലോകകപ്പുകളിൽ കളിക്കുന്ന ലോകത്തിലെ ആദ്യ പുരുഷ താരം എന്ന റെക്കോർഡ് മെസ്സി സ്വന്തമാക്കി. തുടക്കം മുതൽ ഇരു ടീമുകളും അതിവേഗത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു. കളി തുടങ്ങി 6-ാം മിനിറ്റിൽ തന്നെ മെസ്സി ഗോളടിച്ചെങ്കിലും വാർ പരിശോധനയിൽ അത് ഓഫ് സൈഡ് ആയിരുന്നു. തൊട്ടു പിന്നാലെ 9-ാം മിനിറ്റിൽ അൾജീരിയയുടെ ഫാരസ് ചൈബി ഗോളടിച്ചു. എന്നാൽ റഫറി വീണ്ടും ഓഫ് സൈഡാണ് വിധിച്ചത്. മത്സരത്തിന്റെ 17-ാം മിനിറ്റിലാണ് സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്തിയ ആദ്യ ഗോൾ വരുന്നത്. അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാസ് സിദാനെ കാഴ്ചക്കാരനാക്കി പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് മെസ്സിയുടെ ഷോട്ട് എത്തി. ഈ ഗോളോടെ അർജന്റീനക്കായി ലോകകപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ഏറ്റവും പ്രായം കൂടിയ താരവും എന്ന അപൂർവ റെക്കോർഡും മെസ്സിക്ക് സ്വന്തമായി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അൾജീരിയൻ പ്രതിരോധത്തിന്റെ പിഴവുകൾ മുതലെടുത്ത് മെസ്സി തന്റെ 2-ാം ഗോളും നേടി. അതിന് തൊട്ടു പിന്നാലെ ബോക്സിന് പുറത്തു നിന്ന് ഒരു ഗ്രൗണ്ടറിലൂടെ മെസ്സി ഹാട്രിക് തികച്ചു. മെസ്സിയുടെ ഇതിഹാസ കരിയറിലെ ആദ്യത്തെ ലോകകപ്പ് ഹാട്രിക് ആണ്. ഇതോടെ 16 ഗോളുകളുമായി ജർമ്മനിയുടെ മിറോസ്ലോവ് ക്ലോസയുടെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരന്റെ റെക്കോർഡിനൊപ്പം എത്താനും മെസ്സിക്ക് കഴിഞ്ഞു. അതിനു പുറമെ ലോകകപ്പ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡും മെസ്സി സ്വന്തം പേരിൽ കുറിച്ചു. മെസ്സിയുടെ തകർപ്പൻ ഫോമും ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ മികച്ച സേവുകളുമാണ് അർജന്റീനയെ വിജയത്തിലേക്ക് നയിച്ചത്. ആക്രമണത്തിൽ മാത്രമല്ല പ്രതിരോധത്തിലും മെസ്സിയും സംഘവും ഒരേപോലെ തിളങ്ങിയ ഒരു മത്സരമായിരുന്നു ഇത്. നേരത്തെയുള്ള മത്സരങ്ങളിൽ തിളങ്ങിയ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാസ് സിദാനെ നിരാശനാക്കിക്കൊണ്ടാണ് 3 ഗോളുകളും മെസ്സി അടിച്ചു കയറ്റിയത്. ഫ്രഞ്ച് ഇതിഹാസം സിനദിൻ സിദാന്റെ മകനാണ് അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാസ് സിദാൻ. 5 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന രണ്ടാമത്തെ മാത്രം പുരുഷതാരം എന്ന റെക്കോർഡ് മെസ്സി സ്വന്തമാക്കിയിരുന്നു. തന്റെ എക്കാലത്തെയും വലിയ എതിരാളിയായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മാത്രം പേരിലായിരുന്ന ആ റെക്കോർഡിനൊപ്പമാണ് മെസ്സി ഇതോടെ എത്തിയത്. അർജന്റീനയ്ക്ക് വേണ്ടി 200-ാമത്തെ അന്താരാഷ്ട്ര മത്സരത്തിനാണ് മെസ്സി ഇറങ്ങിയത്. മെസ്സി തന്റെ ആദ്യത്തെ ലോകകപ്പ് കളിക്കാൻ ഇറങ്ങുന്നത് 2006-ൽ ജർമ്മനിയിലായിരുന്നു. അന്ന് 1 ഗോളാണ് മെസ്സി അടിച്ചത്. 2010-ൽ മെസ്സിക്ക് ഗോളൊന്നും അടിക്കാൻ കഴിഞ്ഞില്ല. ബ്രസീലിൽ നടന്ന 2014-ലെ ലോകകപ്പിൽ 4 ഗോളുകൾ നേടി. അടുത്ത റഷ്യൻ ലോകകപ്പിൽ 1 ഗോൾ നേടി. ഖത്തറിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ 7 ഗോളുകളാണ് മെസ്സി അടിച്ചത്. ഇത്തവണ ആദ്യത്തെ കളിയിൽ തന്നെ 3 ഗോളുകൾ നേടിയിരിക്കുന്നു. എന്തായാലും ഈ ലോകകപ്പ് കഴിയുന്നതോടെ ഒട്ടേറെ റെക്കോർഡുകളും മെസ്സി സ്വന്തമാക്കും എന്നതിൽ എതിരാളികൾക്ക് പോലും തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. അതേപോലെ അർജന്റീന കപ്പടിച്ചാൽ ഇറ്റലിക്കും ബ്രസീലിനും ശേഷം ലോകകപ്പ് കിരീടം നിലനിർത്തുന്ന 3-ാമത്തെ രാജ്യം എന്ന ചരിത്ര നേട്ടത്തിലേക്കും അർജന്റീനൻ ടീം എത്തും.